നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹത. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സമര സംഘടനകൾ അംഗീകരിച്ചു. ഇതോടെ 14 വർഷക്കാലത്തെ സമരത്തിന് വിരാമം. കിണറ്റിൽ പുലി വീണു. ചാങ്ങാപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി കുടുങ്ങിയത്. പത്തനാപുരം റിസർവ് വനത്തോട് ചേർന്ന പ്രദേശമാണ് ചാങ്ങാപ്പാറ. ഉടക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു. അഞ്ചലിലാണ് സംഭവം. ചീപ്പുവയൽ സ്വദേശി അനിയൻ കുഞ്ഞിന്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട്. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് SP ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. ശബരിമല ശില്പപാളി വിവാദത്തിൽ തിരിമറി നടന്നുവെന്ന് ഹൈക്കോടതി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് SP സുനിൽകുമാറാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി വിമർശനവും നടത്തി. 2019 കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളി തന്നെയാണ്, എന്നാൽ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. 2 ആഴ്ചയിലൊരിക്കൽ SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. SIT വിവരങ്ങൾ കൈമാറേണ്ടത് ഹൈക്കോടതിക്ക് മാത്രമായിരിക്കണം. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. രേഖകൾ ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറണം. അന്വേഷണം സുതാര്യമാകണം. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി പറഞ്ഞു. കേസിൽ പോലീസ് മേധാവിയെ കക്ഷി ചേർത്തു. 2 ആഴ്ചയിലൊരിക്കൽ റിപ്പോർട്ട് SIT ഹൈക്കോടതിക്ക് നൽകണം. എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓച്ചിറയിൽ നാമജപ ഘോഷയാത്ര നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓച്ചിറ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്കാണ് നാമജപ ഘോഷയാത്ര നടത്തിയത്. ശബരിമല ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും കൊള്ളയിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി ഓച്ചിറയിൽ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഓച്ചിറ റീജൻസി ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ദേവസ്വം ബോർഡ് ഓച്ചിറ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സുശീലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം അവിടെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പണിത് പാളികൾ ദ്വാരപാലകന്മാരുടെ ബിംബങ്ങളിൽ ചൂടിയിരുന്ന ഒട്ടിച്ചിരുന്ന എല്ലാ പാളികളും ഇളക്കേണ്ട ഒരാവശ്യം ദേവസ്വം ബോർഡ് പ്രവർത്തകർക്ക്, ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഗവൺമെന്റിനും എന്താണ് ഇത്ര താല്പര്യം? ഗിരീഷ് ഓച്ചിറ അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ രവികുമാർ, ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയിലെ അയ്യന്റെ മുഴുവനും സ്വർണവും മൊത്തം അടിച്ചുമാറ്റുന്ന ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി നടന്നിട്ടുള്ള ഈ കൊള്ളയ്ക്കെതിരെ കേരളത്തിലെ വ്യാപകമായ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങള് കഴിഞ്ഞ 3-4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ, കൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഈ പ്രക്ഷോഭം തുടർന്ന് മുന്നോട്ട് പോകുവാൻ ആണ് സംഘടനാ തീരുമാനം. ധനരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു. അഞ്ചലിലാണ് സംഭവം. ചീപ്പുവയൽ സ്വദേശി അനിയൻ കുഞ്ഞിന്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. അനിയൻ കുഞ്ഞിന്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മോഷ്ടിച്ചത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. അനിയൻ കുഞ്ഞ് അഞ്ചൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. മോഷ്ടിക്കുന്നതിനിടെ CCTV ശ്രദ്ധയിൽപ്പെട്ട മോഷ്ടാവ് ഉടൻ തന്നെ തന്റെ വസ്ത്രം തലയിലൂടെയിട്ട് നടന്നു പോകുന്ന ദൃശ്യവും CCTVയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശബരിമല വിവാദത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ ജ്വാല നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല. KPCC സെക്രട്ടറി R രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ ജനങ്ങളെ കൊള്ളയടിച്ചതിന് പിന്നാലെ ശബരിമല അയ്യപ്പനെ വരെ കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ശബരിമലയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 6000-ഓളം വരുന്ന ജീവനക്കാരിൽ ഭൂരിപക്ഷം വരുന്ന ജീവനക്കാരും കോൺഗ്രസ് അനുകൂല സംഘടനയായ എംപ്ലോയീസ് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ശിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ജോയി വർഗീസ്, സുഭാഷ് ബോസ്, മുനമ്പത്ത് ഗഫൂർ, രമേശ് ബാബു, മോഹൻദാസ്, അലി, സിംലാൽ, PV ബാബു, ജയദേവൻ, ബീന, ജോൺസൺ, VK രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കിണറ്റിൽ പുലി വീണു. ചാങ്ങാപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി കുടുങ്ങിയത്. പത്തനാപുരം റിസർവ് വനത്തോട് ചേർന്ന പ്രദേശമാണ് ചാങ്ങാപ്പാറ. ജനവാസ മേഖലയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പുലി അകപ്പെട്ടത്. പുനലൂർ ചാലിയക്കര ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുള്ളിപ്പുലി അകപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ കിണറ്റിൽ നിന്നും മുരൾച്ച കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടെത്തിയത്. 25 അടിയോളം താഴ്ചയിൽ സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണറാണ്. പത്തനാപുരം വനം റേഞ്ചിലെ അമ്പനാർ വനം സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി. പുലിയെ രക്ഷപ്പെടുത്താൻ RRT സംഘത്തെ വിവരമറിയിച്ചു. വനംവകുപ്പ് മൃഗഡോക്ടറെ എത്തിച്ച് മയക്കുവെടി വെച്ച് പുലിയെ കരകയറ്റാനുള്ള ശ്രമം തുടങ്ങി. ഈ മേഖലയിൽ പുലിയെത്തി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് പതിവാണ്. കൂടാതെ കാട്ടാനയുടെ ശല്യവും രൂക്ഷമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം റബ്ബർ എസ്റ്റേറ്റ് മേഖലയായ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 14 വർഷക്കാലമായി ഭൂരഹിതരായ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ തുടരുന്ന പുനലൂർ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സമര സംഘടനകൾ അംഗീകരിച്ചതായി മന്ത്രി K രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 35 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമിയുടെ അവകാശം നിലനിർത്തി അരിപ്പ സമരഭൂമിയിൽ 20 സെന്റ് പുരയിടവും 10 സെന്റ് നിലവും വീതം നൽകും. സമരത്തിലുള്ള 209 SC കുടുംബങ്ങൾക്ക് 12 സെന്റ് വീതവും ജനറൽ വിഭാഗത്തിൽ 78 കുടുംബങ്ങൾക്ക് 10 സെന്റ് വീതവും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഈ വ്യവസ്ഥകളാണ് ഭൂസമരം നടത്തുന്ന 6 സംഘടനകളും ചർച്ചയിൽ അംഗീകരിച്ചത്. പുനലൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കം വില്ലേജിലെ സർവേ നമ്പർ 745/1 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് കുത്തകപ്പാട്ടം വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾകുഞ്ഞു മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു.
1997 ഓഗസ്റ്റ് 4-ന് PS സുബാൽ MLA ഇടപെടൽ അനുസരിച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി K ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ വകുപ്പ് അധികൃതർ ഈ ഭൂമി തിരിച്ചുപിടിച്ചു. സർക്കാർ ഉത്തരവനുസരിച്ച് ഇതിൽ നിന്നും 13.55 ഏക്കർ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും 21.53 ഏക്കർ ചെങ്ങറ ഭൂസമരക്കാർക്കും കൈമാറി. ശേഷിക്കുന്ന ഭൂമിയിൽ 2012 ഡിസംബർ 31 മുതൽ ഭൂരഹിതരായ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാല പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദീർഘമായിട്ടുള്ള 14 വർഷക്കാലമായി അരിപ്പയിലെ ഭൂസമരം പല വിധത്തിൽ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭൂസമരവുമായി ബന്ധപ്പെട്ട് അതിഭീകരമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട പൊതുവായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ പൊതു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കണം എന്ന് കരുതുന്നില്ല. അരിപ്പയിലെ ഭൂസമരം നേരത്തെ മുതൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുള്ളതാണ്. 1997 അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K ഇസ്മയിലുള്ള സമയത്ത് തന്നെ അന്ന് MLA ആയിരുന്ന PS സുബാലിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പുനലൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കകം വില്ലേജിലെ സർവേ നമ്പർ 745-1-ൽപ്പെട്ട 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു എന്ന പ്രശ്നം ബഹുമാനപ്പെട്ട MLA സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച ഭൂമിയാണത്. ആ ഭൂമിയിൽ സർക്കാർ ഉത്തരവനുസരിച്ച് 13.55 ഏക്കർ ഭൂമി കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും 21.53 ഏക്കർ ഭൂമി ചെങ്ങറ സമരഭൂമിക്കാർക്കും നേരത്തെ തന്നെ വീതം വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. 2012 ഡിസംബർ 31-ന് കുളത്തൂപ്പുഴയിലെ സർക്കാർ ഭൂമിയിൽ ഭൂരഹിതരായിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതു മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട അരിപ്പ ഭൂസമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രശ്നം ആരംഭിച്ചത്. ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള ദീർഘകാലം എടുക്കുന്ന ഒരു സമരത്തിലേക്ക് അത് കടന്നു. വിവരശേഖരണത്തിനോ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിനോ സാധ്യമാകാത്ത വിധം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അകത്ത് കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം, പ്രത്യേകിച്ച് ആദിവാസികൾ അവരുടെ ഭൂമിക്ക് വേണ്ടി നടന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടായി. 2017 ഫെബ്രുവരി 17 റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നെങ്കിലും ഇത് സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള തീരുമാനം നമ്മൾ നിർദ്ദേശിച്ചെങ്കിലും ആ വിധത്തിൽ എടുക്കാൻ വേണ്ടി സാധ്യമായില്ല എന്ന ഒരു പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട്. ജീവിക്കാനും കൃഷി ചെയ്യാനുമായി ഭൂമി ആവശ്യപ്പെട്ടാണ് 14 വർഷമായി അവർ സമരം തുടർന്നത്. അന്നു മുതൽ സമരം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ ഇടപെടലുകൾ നടന്നിരുന്നു. അരിപ്പയിൽ 48.8304 ഏക്കർ ഭൂമി ശേഷിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പുരയിടവും കൃഷിഭൂമിയും വേണമെന്ന സമരക്കാരുടെ ആവശ്യത്തോടാണ് ഈ സർക്കാർ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. റോഡും കളിസ്ഥലവും ഉൾപ്പെടെ പൊതുവാവശ്യം ഒഴിച്ച് 39.9 ഏക്കർ ഭൂമിയാണ് അരിപ്പ ഭൂസമരക്കാർക്ക് അനുവദിക്കുന്നത്. നിരന്തരമായ ഇടപെടലുകളും ചർച്ചകളും നടത്തിയാണ് സന്തോഷകരമായ തീർപ്പിൽ എത്തിയിരിക്കുന്നത്. ചെങ്ങറ ഭൂസമരം തീർപ്പാക്കി നേരത്തെ ഭൂമി വിതരണം ചെയ്തിരുന്നു. താമസയോഗ്യമല്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും ആ ഭൂമി ഉപേക്ഷിച്ചു പോയതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭൂമി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PS സുബാൽ MLA, ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ജൈവ ഉൽപാദന ഉപാധികൾ വിതരണം ചെയ്തു. വിള ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജൈവ ഉൽപാദന ഉപാധികൾ വിതരണം ചെയ്തത്. പന്മനയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജൈവ ഉൽപ്പന്ന ഉപാധികളുടെ വിതരണം നടത്തിയത്. കൃഷിഭവനുകളിൽ പ്രവർത്തിക്കുന്ന വിള ആരോഗ്യ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജൈവ ഉൽപ്പന്ന ഉപാധികൾ വിതരണം ചെയ്തത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ കൃഷിയിലൂടെ ലഭിക്കുന്ന നല്ല ആഹാര സാധനങ്ങൾ കഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നത് മാത്രമാണ് അതിൽ നിന്നുള്ള ഒരു ലാഭം എന്ന് പറയുന്നത്. പലപ്പോഴും വരുമാന അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെട്ടാൽ കൃഷിയിലേക്ക് പുതിയ തലമുറ തിരിയാത്തതും അല്ലെങ്കിൽ പുതുതായി ആരെങ്കിലും അതിന്റെ ഭാഗമാകാത്തതും അത് ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു വ്യവസായമായി മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ കൃഷിയെ നാം കാണുന്നത് നമ്മുടെ പൂർവികരെല്ലാം കൃഷിയെ ആശ്രയിച്ചും കൃഷി ഒരു വരുമാന മാർഗമായും ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉത്സവമായ ഓണത്തെയും അതുപോലെ ആഘോഷങ്ങളെയും വരവേറ്റിരുന്ന ഒരു കാലഘട്ടത്തിന്റെ നന്മയുടെ
ആ പ്രതാപകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നും കൃഷിയെ നാം അവശേഷിക്കുന്ന ഈ തിരുശേഷിപ്പുകൾ എന്ന് പറയാവുന്ന ഈ കൃഷി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ന് കൃഷിഭൂമികൾ പലതും ഇന്ന് നികത്തപ്പെടുകയും കൃഷിസ്ഥലങ്ങൾ പലതും വെള്ളക്കെട്ടായി മാറുകയും പാരിസ്ഥിതികമായ വിഷയങ്ങൾ മൂലം കൃഷി പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യുന്ന കാലഘട്ടത്തിലും അവശേഷിക്കുന്ന ചെറിയ നാമ്പുകളായി ഇന്നും കൃഷി അവശേഷിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കാർഷിക സമിതി അംഗങ്ങളായി കർഷകരായി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ സുമനസ്സുകൾ കൊണ്ടാണ് ഇന്നും കൃഷി അവശേഷിക്കുന്നത്. അത് വ്യത്യസ്തങ്ങളായ തലത്തിൽ. അപ്പോഴാണ് കൃഷിയുടെ ഒരു കാർഷിക പരിപാലന കേന്ദ്രമായി നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് നമുക്ക് വിള പരിപാലന കേന്ദ്രങ്ങളായി നമ്മുടെ കൃഷി ഓഫീസുകൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരണം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ, പന്മന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ് ചാക്കോ, കൊച്ചറ്റയിൽ റഷീന, സുകന്യ, പന്മന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെമി, ആൻസിയ നിസാർ, ഷംന റാഫി, ഹൻസിയ, അനിൽകുമാർ, CDS ചെയർപേഴ്സൺ രമ്യ, ചവറ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പ്രേംശങ്കർ, പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ്, കൃഷി ഓഫീസർ ആര്യകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് നിർമ്മാണത്തിന് നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഇൻഗൽ, AMCL കമ്പനികളുടെ അധികൃതർ ആശുപത്രിയിലെത്തി പ്രാഥമിക ചർച്ച നടത്തി. കാത്ത് ലാബ് നിർമ്മാണത്തിനായി കഴിഞ്ഞ മേയിൽ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. കാത്ത് ലാബ് നിർമ്മാണത്തിനുള്ള അടങ്കലും DPRും രൂപരേഖയും സമർപ്പിക്കാൻ ഇൻഗലിനെ ചുമതലപ്പെടുത്തി. ഇവ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാരിൽ സമർപ്പിച്ച് അനുമതി വാങ്ങും. ലാബ് സജ്ജമാകുന്നതോടെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി പൂർണ്ണ സജ്ജമാകും. ആശുപത്രി സമുച്ചയത്തിനുള്ളിൽ ഭക്ഷണശാലയും ഡെന്റൽ വിഭാഗവും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ചേർത്ത് കാത്ത് ലാബ് നിർമ്മിക്കാനാണ് ചർച്ചയിൽ ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടങ്കലും രൂപരേഖയും തയ്യാറാക്കുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയായ ഇൻഗലിന് തന്നെയാണ് ഇതിനുള്ള ചുമതല നൽകിയത്. 4 വർഷം മുമ്പ് ആശുപത്രിയുടെ പുതിയ 10 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചത് ഇൻഗലായിരുന്നു. കാത്ത് ലാബ് നിർമ്മാണത്തിനായി കഴിഞ്ഞ മേയിൽ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ PS സുബാൽ MLA സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ജൂൺ മുതൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാണ്. വ്യാഴം, ശനി ദിവസങ്ങളിൽ OP വിഭാഗത്തിലാണ് ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നത്. കാത്ത് ലാബ് ആരംഭിക്കുന്ന മുറയ്ക്ക് മുഴുവൻ സമയ ഡോക്ടറെ നിയമിക്കണമെന്ന് MLA ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹൃദ്രോഗ വിഭാഗം പ്രവർത്തിക്കുന്ന ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത്. എന്നാൽ 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഡോക്ടർ ചുമതലയേറ്റത്. ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത് ലാബ് സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് MLA നവകേരള സദസ്സിൽ നിവേദനം നൽകിയത്. കാത്ത് ലാബ് സജ്ജമാകുന്നതോടെ ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള രോഗികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതി ഒഴിവാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC മൈതാനിയിലെ ഗതാഗത പരിഷ്കരണവും സുരക്ഷ ഉറപ്പാക്കലും എങ്ങും എത്തിയില്ല. ഇവിടെ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന പ്രഖ്യാപനവും നടപ്പായില്ല. കാൽനട യാത്രികർക്ക് സുരക്ഷ ഒരുക്കാൻ നടപടിയെടുക്കണമെന്ന ശുപാർശയുണ്ടെങ്കിലും അതും ഫലം കണ്ടില്ല. ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന പുനലൂരിലെ KSRTC മൈതാനിയിലെ ഗതാഗത പരിഷ്കരണവും സുരക്ഷ ഉറപ്പാക്കലും എങ്ങും എത്തിയില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ട്രയാങ്കുലർ സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴും പുനലൂർ തന്ത്രപ്രധാനമായ മേഖലയായി മാറും. ഈ വസ്തുതകൾ കണക്കിലെടുത്ത ട്രാൻസ്പോർട്ട് മൈതാനിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ട്രാഫിക് ഐലൻഡ് ശാസ്ത്രീയമായി പരിഷ്കരിച്ച റൗണ്ട് അബൌട്ട് മാതൃകയിലാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശുപാർശ ചെയ്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അപകടം പതിവാകാറുള്ള ഇവിടെ ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന പ്രഖ്യാപനത്തിലും നടപടിയില്ല. 3 മാസം മുമ്പ് KSRTC ഡിപ്പോയിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിൽ ഗതാഗത നിയന്ത്രണ സമിതി യോഗം ചേർന്ന തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതും നടപ്പായില്ല. 3 മാസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇവിടെ സ്കൈവേ നിർമ്മിക്കാൻ 2019 നഗരസഭ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു.
നഗരത്തിലെ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന KSRTC മൈതാനത്ത് കാൽനടയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ നടപടികൾ എടുക്കണമെന്ന ശുപാർശകളും ഫലം കാണാത്ത സ്ഥിതിയാണ്. 2021 സെപ്റ്റംബറിൽ PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ശാസ്ത്രീയമായി ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി വൈദ്യുതി പോസ്റ്റുകൾ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹത. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സമര സംഘടനകൾ അംഗീകരിച്ചു. ഇതോടെ 14 വർഷക്കാലത്തെ സമരത്തിന് വിരാമം. കിണറ്റിൽ പുലി വീണു. ചാങ്ങാപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി കുടുങ്ങിയത്. പത്തനാപുരം റിസർവ് വനത്തോട് ചേർന്ന പ്രദേശമാണ് ചാങ്ങാപ്പാറ. ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു. അഞ്ചലിലാണ് സംഭവം. ചീപ്പുവയൽ സ്വദേശി അനിയൻ കുഞ്ഞിന്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.